നമുക്കിന്ന് കെട്ടുകളിലെ വിപ്പിംഗ് പഠിക്കാം. ഇതിനായി ഞാൻ ഒരു ലാഷിംഗ് ലൂപ്പും നോട്ടിംഗ് ലൂപ്പും എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ലൂപ്പ് ആക്കി വെക്കുക. അതിനുശേഷം അതിനെ തിരിച്ച് ചുറ്റുക. ചുറ്റുമ്പോൾ ഓവർലാപ്പ് ഉണ്ടാകാതിരിക്കാൻ നോക്കുക. എൻ്റെ കൈക്ക് ചെറിയൊരു ഷിവറിങ് ഉള്ളതാണ് ഓൾറെഡി. ഓക്കെ, ഇങ്ങനെ ഒരു 10 ചുറ്റ് ചുറ്റുക. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം ചുറ്റി കാണിക്കുന്നു. അത് 5 ചുറ്റേ ഞാൻ ചുറ്റുന്നുള്ളൂ. ആ ബാലൻസ് വരുന്ന റോപ്പിനെ അതിനകത്തേക്ക്, ആ ലൂപ്പിനകത്തേക്ക് കയറ്റുക. അതിനുശേഷം താഴത്തെ ആ ബാലൻസ് കിടക്കുന്ന കയറ് പിടിച്ച് വലിച്ച് ടൈറ്റാക്കിയാൽ മതി. ഇതൊന്നും ഓവർലാപ്പിംഗ് പാടില്ല. പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ റോപ്പിൻ്റെ അഗ്രഭാഗം പിരിഞ്ഞു പോകാതിരിക്കാനൊക്കെ, ചീത്തയായി പോകാതിരിക്കാൻ ഞാൻ ഈ ലാഷിംഗ് റോപ്പ് ഉപയോഗിച്ചതിന് പകരം ഒരു ട്വൈൻ ഉപയോഗിച്ച് കിട്ടുന്നതാണ് നല്ലത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പാകത്തിനാണ് ഞാൻ ഈ റോപ്പ് വലുതുപയോഗിച്ചത് ചുറ്റാനായിട്ട്. അതിന് പകരം ട്വൈൻ ഉപയോഗിക്കുന്ന, കട്ടിയുള്ള നൂല് ഉപയോഗിക്കുന്നതായിരിക്കും വൃത്തി. അതിനുശേഷം ബാലൻസ് വന്ന റോപ്പ് കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെയാണ് കയറിൻ്റെ അഗ്രഭാഗം വിപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ ലൈഫിലുള്ള യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചൂല് കെട്ടാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ചൂല് കെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വീട്ടിൽ വാങ്ങിയൊരു ചൂലെടുത്തിട്ടുണ്ട്. ഇത് പക്ഷേ ഓൾറെഡി ഒരു പ്ലാസ്റ്റിക് കയറിട്ട് കെട്ടിയ രീതിയാണ് വന്നേക്കുന്നത്. എങ്കിലും ഇത് ലൂസാണ്. അത് ഈർക്കിലൊക്കെ എനിക്ക് അഴിഞ്ഞു പോകാറുണ്ട് സാധാരണ. അതുണ്ടാവാതിരിക്കാൻ ഞാൻ ഈ ചൂലിനെ ഒന്നുകൂടി വിപ്പ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ചൂലാണെങ്കിൽ ഞാൻ ഈർക്കിലെല്ലാം എടുത്തിട്ട് വിപ്പ് ചെയ്ത് മാത്രമായിരിക്കും വെക്കുന്നത്. ഇതിപ്പം വോയിസ് ഓവർ ചെയ്യേണ്ട ഗതി വന്നത്, ഇത് ആദ്യം വോയിസ് ചെയ്തേക്കുന്നത് ഒന്നും കേൾക്കാനായിട്ട് ഒക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നേരത്തെ റോപ്പ് ചെയ്തത് കൂട്ട് തന്നെ ഇങ്ങനെ വെക്കുന്നു. അതിന് ശേഷം ഒരു 8 മുതൽ 10 വരെ ചുറ്റുന്നു. പക്ഷേ ഇതൊക്കെ ഈ ചുറ്റുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സാധനത്തിൻ്റെ ഗേജ് അനുസരിച്ചും അതായത് കട്ടി അനുസരിച്ചും ആ കയറിൻ്റെ തിക്നെസ് അനുസരിച്ചൊക്കെ ആയിരിക്കും കെട്ടുന്നത്. എന്തായാലും ഇതിപ്പോൾ കെട്ടുക, നേരത്തെ കൂട്ട് തന്നെ കെട്ടി. അത് ഓവർലാപ്പ് വരാൻ പാടില്ല. ടൈറ്റായിട്ട് കെട്ടാനായിട്ട് ശ്രമിക്കുക. അഥവാ ഓവർലാപ്പ് വന്നെങ്കിൽ അതിനെ നീറ്റായിട്ട് പിടിച്ചു വെക്കുക. ഇതിപ്പോൾ കണ്ടില്ല, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഓവർലാപ്പ് വന്നത് ഞാൻ നേരെ പിടിച്ചു വെച്ചു. ടൈറ്റായിട്ട് തന്നെ കെട്ടിപ്പോകാനായിട്ട് ശ്രമിക്കുക. എൻ്റെ കൈക്ക് ചെറിയൊരു ഷിവറിങ് ഉണ്ട്, ക്ഷമിക്കണം. അത് ഓൾറെഡി ഉള്ളത്, അത് മാറ്റാനായിട്ട് ഒക്കത്തില്ല. ഇങ്ങനെ 10 ചുറ്റ് ചുറ്റുക. എനിക്കിടയ്ക്ക് 2 ഓവർലാപ്പ് വന്നു. അതിനെ ഞാൻ നേരെ ആക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ എല്ലാം അടുപ്പിക്കുകയാണ്, ഞാൻ വൃത്തിക്ക് വെക്കുകയാണ്. ഓവർലാപ്പൊക്കെ മാറ്റുകയാണ്. ഇങ്ങനെ ചുറ്റിയ ശേഷം ആ ബാലൻസ് ഉള്ള കയറ് ഈ ലൂപ്പിനകത്തേക്ക് ഇടണം. നേരത്തെ നമ്മൾ ആ ചെറിയ റോപ്പിൽ ചെയ്ത രീതി തന്നെ ഇതിപ്പോൾ ഞാൻ ടൈറ്റാക്കിയൊന്ന് വെക്കുകയാണ്. അതിനുശേഷം ബാലൻസ് ഉള്ളത് ആ ലൂപ്പിനകത്തേക്ക് ഇടുന്നു. പിന്നെ താഴെ നമുക്ക് കുറച്ച് കിടപ്പുണ്ടല്ലോ, ആ ഭാഗം പിടിച്ച് ടൈറ്റാക്കിയാൽ മതി. ഇതങ്ങ് ടൈറ്റായിക്കോളും. ഞാൻ അവിടെ തുമ്പ് മുകൾ ഭാഗത്ത് കുറച്ച് ഇട്ടുള്ളൂ. അത് കാരണം അവിടെ ഒന്ന് പിടിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് അഴിഞ്ഞു പോകാനും ചാൻസ് വരും, വലിക്കുന്ന വഴിക്ക് താഴേന്ന്. ഇങ്ങനെ ടൈറ്റായിരിക്കുന്നു. നമ്മുടെ വിപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ ചൂലിനകത്തുനിന്ന് ഒരു ഈർക്കിലും ഇളകി പോകത്തില്ല. പിന്നെ ബാലൻസ് വന്ന റോപ്പൊക്കെ കട്ട് ചെയ്ത് നീറ്റാക്കി മാറ്റാവുന്നതാണ്.
അപ്പോൾ നമുക്ക് ചൂല് കെട്ടാനും അതിൽ റോപ്പിൻ്റെ അഗ്രഭാഗം ചീത്തയായി പോകാതിരിക്കാനും ഇളകി പോകാതിരിക്കാനായിട്ട് യൂസ് ചെയ്യാം. ബൈ, ടാറ്റാ. അപ്പം നിങ്ങളിത് ഉപയോഗിക്കുക, വീട്ടിൽ യൂസ് ചെയ്യുക, വീട്ടുകാർക്ക് എന്തെങ്കിലും ഉപയോഗമാകുമല്ലോ. ബൈ.